ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ന്, അതോ ഇനി ഇന്നലെ ആയിരുന്നോ ഇന്നാണോ ആ വാർത്ത, ഞാൻ ഒരു വാട്സപ്പ് മെസ്സേജ് കേട്ടതാണ്. വയനാടുള്ള പ്രകൃതി സംരക്ഷണ സമിതിയുടെ പ്രസിഡൻ്റായിട്ടുള്ള, മേധാവിയായിട്ടുള്ള, നേതാവായിട്ടുള്ള ബാദുഷാ ജിയുടെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടക്കുന്നു. ബാദുഷാ എന്ന് പറയുന്ന അദ്ദേഹം 60 വയസ്സ് കഴിഞ്ഞു, സീനിയർ സിറ്റിസനാണ്. 65 വയസ്സിലൊക്കെ കഴിഞ്ഞിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള സിറ്റിസനാണ്. ഒരു ജെൻറ്റിൽമാനാണ്. നല്ല പൊക്കവും, തടി അത്രയില്ല, നല്ല പൊക്കമൊക്കെ ഉള്ള ഒരു ജെൻറ്റിൽമാനാണ്. കഴിഞ്ഞ 10-60 വർഷക്കാലമായി വയനാടെന്ന് പറയുന്ന ഭൂശാസ്ത്ര പ്രദേശത്തിന് വേണ്ടിയും കേരളത്തിലെ മൊത്തം പരിസ്ഥിതിക്ക് വേണ്ടിയും പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയും തൻ്റെ ജീവിതം ഒഴിഞ്ഞു വച്ചിട്ടുള്ളവരാണ്. അവർ 6-7 പേരേ ഉള്ളൂ അന്നും ഇന്നും. പക്ഷെ വളരെ സമർപ്പണ മനോഭാവത്തോടു കൂടി ഒരു രൂപ പോലും ആരിൽ നിന്ന് പിരിക്കാതെ, അതിനെ രജിസ്റ്റർ പോലും ചെയ്യാതെ, സംഘടന രജിസ്റ്റർ ചെയ്ത് പുട്ടടിച്ച് കാശടിച്ച് വാങ്ങിച്ച് കളിക്കാതെ, ആരെയും പറ്റിക്കാതെ വളരെ കൃത്യമായി കഴിഞ്ഞ 10-50-60 വർഷമായി വയനാടിൻ്റെ പാരിസ്ഥിതിക പുനരുജ്ജീവനത്തിന് വേണ്ടിയും വയനാടിൻ്റെ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയും വലിയ തോതിൽ സമരവും പരിപാടികളും, വെറും സമരം മാത്രമല്ല, തീവ്രവാദ അങ്ങനല്ല, അതിൻ്റെ പല തലങ്ങളിൽ, നിയമവശത്തിൻ്റെ കാര്യങ്ങളിൽ, ജനാധിപത്യ ചർച്ചകൾ നടത്തുന്ന കാര്യത്തിലൊക്കെ വളരെ വലിയ പങ്ക് നിർവഹിക്കുന്ന ആളാണ് ബാദുഷാ. അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് പരിസ്ഥിതി ഐക്യവേദിയുമായിട്ടും സഹ്യാദ്രി മാനിഫെസ്റ്റോ ടീമുമായിട്ടൊക്കെ ചേർന്നുകൊണ്ടുള്ള നല്ല ഹരിത അജണ്ട വെച്ചുകൊണ്ടുള്ള ഒരു പരിസ്ഥിതി മാനിഫെസ്റ്റോ വരെ ഉണ്ടാക്കി. പക്ഷെ അദ്ദേഹത്തെ കൊന്നുകളയണം എന്നാണ് ഇപ്പോഴൊരു ഭീഷണി. കൊല്ലാനുള്ള കാരണമായി പറയുന്നത്, ഈ വയനാട് തുരങ്കം വരുന്നു, അവിടെ തുരങ്കത്തിനുള്ള പാരിസ്ഥിതിക അനുമതിയിൽ ഒരുപാട് ഉഡായിപ്പുണ്ട് എന്ന് വയനാട് പ്രകൃതി സംരക്ഷണ സമിതിക്കാർ സംശയിക്കുന്നു. ആ ഉഡായിപ്പുകൾ വെച്ചുകൊണ്ടാണ് പാരിസ്ഥിതിക അനുമതി വാങ്ങി അവിടെ തുരങ്കം വരാൻ പോകുന്നതെന്ന് അവർ സംശയിക്കുന്നു. ന്യായമാണ് അവരുടെ സംശയം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൊന്നുകളയണം. അദ്ദേഹം ഒരു കേസ് കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തെ കൊന്നുകളയണം എന്ന് പറഞ്ഞുള്ള ഭീഷണിയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഏത് വിഡ്ഢികളുടെ ലോകത്താണ് ഇവർ താമസിക്കുന്നറിയില്ല. നമ്മൾ സാമ്രാജ്യം എന്ന് പറയുന്ന പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരും ഈ സമരം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നവരും കൊല്ലണമെന്നൊക്കെ പറഞ്ഞ സഖാക്കളും സുഹൃത്തുക്കളും എല്ലാം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ സാമ്രാജ്യത്വമെന്നും മൂരാച്ചി എന്നും ആഗോളവൽക്കരണമെന്നൊക്കെ പറഞ്ഞ് തെറി വിളിക്കുന്ന, നമ്മൾ മുട്ടിന് സാമ്രാജ്യത്വ വിരുദ്ധ സമരം നടത്തുന്ന അമേരിക്കയിൽ 1960കളിൽ റേച്ചൽ കഴ്സൺ എന്ന് പറയുന്ന ഒരു വനിത, ഒരു ശാസ്ത്രജ്ഞ, ഒരു മത്സ്യമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്രജ്ഞ എഴുതിയ ഒരു പുസ്തകമുണ്ട്, സൈലന്റ് സ്പ്രിങ്, നിശബ്ദ വസന്തം. അവിടെ കിളികൾ കരയുന്നില്ല, ചിരിക്കുന്നില്ല, പാടുന്നില്ല. അവിടുത്തെ ഒലിവ് മരങ്ങൾ നഷ്ടപ്പെടുന്നു, പൈൻ മരങ്ങളുടെ കഥകൾ. അങ്ങനെ ആ പ്രദേശത്തിൻ്റെ മരത്തിൻ്റെ നഷ്ടത്തിന് വേണ്ടി, വൃക്ഷങ്ങളുടെ നഷ്ടം വന്നതുകൊണ്ട് കിളികൾ പാടുന്നില്ല, ചലിക്കുന്നില്ല, വായു ശുദ്ധമാക്കപ്പെടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിശബ്ദ വസന്തം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു പോയിട്ടുള്ള ഒരു പുസ്തകമാണ് റേച്ചൽ കഴ്സൻ്റെ നിശബ്ദ വസന്തം. ഒരുപക്ഷെ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരും വയനാടിലുള്ള ഈ പറയുന്ന സഹാക്കളും ഒക്കെ ചിലപ്പോൾ വായിച്ചിരിക്കാം. നിങ്ങൾ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ കൊണ്ടുപോകുന്നൊരു പുസ്തകമാണ്. അത് ചെയ്തപ്പോൾ, ഞാൻ പറയുന്നത് പുസ്തകത്തിൻ്റെ മഹാത്മ്യമല്ല, ആ പുസ്തകം ചെയ്തപ്പോൾ ആ പുസ്തകം എഴുതിയ റേച്ചൽ കഴ്സൺ ഉയർത്തിയ വിഷയത്തിൽ അമേരിക്ക ഗവൺമെൻറ് ചർച്ചയ്ക്ക് വിളിച്ചു. അങ്ങനെ അമേരിക്കൻ ഗവൺമെൻറ് ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം DDT, നമ്മൾ ഉപയോഗിക്കുന്ന DDT നിരോധിച്ചു അമേരിക്കയിൽ. വളരെ ചരിത്രപരമായൊരു സംഭവമാണ്. അതായത് ഒരാൾ പുസ്തകം എഴുതുന്നു, ലേഖനം എഴുതുന്നു, അത് കേട്ടിട്ട് ഒരു ഭരണകൂടം, അത് നമ്മൾ മൂരാച്ചി എന്ന് പറയുന്ന ഭരണകൂടം, അവരെ വിളിച്ച് ചർച്ചയ്ക്ക് വയ്ക്കുന്നു, ചർച്ച ചെയ്യുന്നു. അതിൻ്റെ ഫലമായി DDT അവിടെ നിരോധിക്കുന്നു. അത്രയെങ്കിലും സാമ്രാജ്യത്വ രാജ്യം കാണിക്കുക, അത്രയെങ്കിലും ഒരു ജനാധിപത്യ ബോധം ഇന്ത്യയും കേരളവും കാണിക്കണ്ടേ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇവിടെ കേരളയിൽ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, ഉടൻ തന്നെ നമ്മുടെ ആളുകൾ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞു, കേരളിനെ എതിർക്കുന്നവർ വികസന വിദ്രോഹികളാണ്, കേരളിനെ എതിർക്കുന്നവർ വികസന വിദ്രോഹികളാണ് എന്ന് പറഞ്ഞു. ഒരു പദ്ധതി വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൂടെ? വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ ബാദുഷാ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ കൊന്നുകളയണമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എല്ലാം വെച്ച്, അദ്ദേഹത്തിൻ്റെ ഈ ഫോട്ടോ തന്നെ രസകരമാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം, വളരെ വന്ധ്യവയോധികനായ അല്ലെങ്കിൽ വളരെ സീനിയറായിട്ടുള്ള ഒരു സിറ്റിസനാണ്. അദ്ദേഹത്തെയാണ് ഇങ്ങനെ കൊന്നുകളയണം എന്നൊക്കെ പറയുന്നത്. ആർട്ടിക്കിൾ 20 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 51AG അനുസരിച്ച് ഏതൊരു പൗരൻ്റെയും ഉത്തരവാദിത്വമാണ് നാച്ചുറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ ആർട്ടിക്കിൾ 21 അനുസരിച്ച് ശുദ്ധവായു, ശുദ്ധമായ വെള്ളവും ശുദ്ധമായ വസ്തുക്കളെല്ലാം എല്ലാവർക്കും ഉറപ്പുവരുത്താൻ ഭരണകൂടത്തിനും അവകാശമുണ്ട് എന്ന് പറയുന്ന, ജനങ്ങൾക്ക് അതിൽ റൈറ്റ് ഉണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ടെന്ന് പറയുന്ന
ഭരണഘടനയുള്ള ഈ രാജ്യത്താണ് ഒരു ബാദുഷയെ കൊല്ലാൻ പോകുന്നത്. ഒരു ബാദുഷയെ കൊന്നാൽ 1000 ബാദുഷമാരുണ്ടാകും എന്നുള്ളതല്ലേ ചരിത്രത്തിൻ്റെ നിയമം. കാരണം പ്രകൃതിയാണ് ബാദുഷമാരെ സൃഷ്ടിക്കുന്നത്, നിങ്ങളും ഞാനുമല്ല. കാലത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഓരോ കാലഘട്ടത്തിൽ നവോത്ഥാന നായകരെയും സാമൂഹ്യ പരിഷ്കർത്താക്കളെയും വിപ്ലവകാരികളെയൊക്കെ സൃഷ്ടിക്കുന്നത് ഈ പ്രപഞ്ചമാണ്, പ്രകൃതിയാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൃഷ്ണൻ്റെയും രാമൻ്റെയും ഒക്കെ ബലരാമൻ്റെയൊക്കെ അവതാരങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച മനുഷ്യർ ഇത് മനസ്സിലാക്കിയിരിക്കണം, നല്ലതാണ്. അതിനുശേഷം ആരെല്ലാം ഈ ഭൂമിയിൽ വന്നു? യേശുദേവൻ വന്നു, ബുദ്ധൻ വന്നു, സ്വാമിമാർ വന്നു, വിവേകാനന്ദൻ വന്നു, ഗുരുദേവൻ വന്നു, ചട്ടമ്പി സ്വാമികൾ വന്നു. അങ്ങനെ ഭൗതികമായും ആത്മീയമായും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഈ ഭൂമിയിൽ. അത് ഭൗതികക്കാർക്ക് ഭൗതികക്കാരുടെ കാര്യമെടുക്കാം, ആത്മീയക്കാർക്ക് ആത്മീയക്കാരുടെ കാര്യമെടുക്കാം. ഒരുപാട് പാരിസ്ഥിതിക പ്രവർത്തകരും വന്നിട്ടുണ്ട്. സുഗതമൊരു ടീച്ചർ ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല, ശോഭീന്ദ്ര മാഷ് നമ്മളോടൊപ്പം ഇല്ല, ഒരുപാട് ആളുകൾ നമ്മളോടൊപ്പം ഇന്നില്ല. പക്ഷേ ആ ശ്രേണിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും സീനിയറായിട്ടുള്ള വ്യക്തിത്വമാണ് ബാദുഷാജി. അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത് കൊണ്ട് എങ്ങനെയാണ് വയനാടിലെ പ്രകൃതി സംരക്ഷണ സമിതി ചത്തുപോകുമോ? ബാദുഷാജിക്ക് അല്ലെങ്കിലും ബാദുഷാജി പ്രായമുള്ള ഒരാളാണ്, ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകും. പക്ഷെ അദ്ദേഹം മരിച്ചു പോയാലും അദ്ദേഹം ഉയർത്തിവിട്ടിട്ടുള്ളൊരു പാരിസ്ഥിതിക ബോധം, അദ്ദേഹം വയനാടിന് വേണ്ടി ശബ്ദിച്ച അദ്ദേഹത്തിൻ്റെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ സൗമ്യമായ ഒരു ബഹളവുമില്ലാത്ത വളരെ സൗമ്യമായി ഈ പ്രകൃതിക്കും മണ്ണിനും വെള്ളത്തിനും വായുവിനും വേണ്ടി, പ്രത്യേകിച്ച് വയനാടിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ശബ്ദം കേരളം വളരെ സശ്രദ്ധം വീക്ഷിക്കുന്നതാണ്. അദ്ദേഹം പത്രങ്ങളിൽ വാർത്ത കൊടുത്താൽ വലിയ വാർത്ത വരും. അദ്ദേഹം ലേഖനങ്ങൾ എഴുതാറുണ്ട്. ഒരുപാട് തലത്തിൽ കേരളത്തിലെ പാരിസ്ഥിതിക അവബോധം സൃഷ്ടിക്കുന്നതിൽ കൃത്യമായി പ്രകൃതിയെയും മണ്ണിനെയും വെള്ളത്തെയും വായുവിനെയും മനുഷ്യനെയും ജൈവസമ്പത്തുകളെയും മൃഗങ്ങളെയും പക്ഷികളെയും സകലതിനെയും സംരക്ഷിക്കണമെന്ന്, അതിലൂടെയാണ് മാനവരാശിക്ക് നിലനിൽപ്പെന്നും കൃത്യമായ സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്ന ബാദുഷാജി തെറ്റ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ, സ്വന്തം നാട്ടിൽ ഒരു പദ്ധതി വരുമ്പോൾ അതിനകത്ത് ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ അദ്ദേഹം ചോദിച്ചുകൊണ്ടൊരു കേസ് ഫയൽ ചെയ്തു എന്നുള്ളതാണ്. കേസ് ഫയൽ ചെയ്യണ്ടേ? ആ കേസിൽ വിധി പറയട്ടെ കോടതികൾ. അതിനെതിരെ വിധി പറയിച്ചിട്ട് അത് നോക്കാമെന്നതിന് പകരം ആളിനെ തട്ടിക്കളയാമെന്ന് പറയുന്നത് മൂഢസ്വർഗത്തിലാണ് പറയുന്നവർ. ചിലപ്പോൾ തട്ടാനൊക്കെ എളുപ്പമായിരിക്കും. ഇവിടെ പൊളിറ്റിക്കൽ ലീഡർമാരെ തട്ടിയ നാടാണ്, പിന്നെ വിദ്യാർത്ഥികളെ തട്ടിയിട്ടുള്ള നാടാണ്. തട്ടാനൊക്കെ എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് ഇദ്ദേഹം പ്രായം ഉള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ പ്രതിരോധം പോലും ഇങ്ങോട്ട് കിട്ടാതെ ചിലപ്പോൾ തട്ടാനൊക്കെ എളുപ്പമായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു ബാദുഷാജിയെ തട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ കുറേ ബാദുഷാജിയെ മരിച്ചത് കൊണ്ടോ അന്തരിച്ചത് കൊണ്ടോ കൊല്ലുന്നത് കൊണ്ടോ ഇവിടെ ഇത് അവസാനിക്കില്ല. കാര്യം പ്രകൃതി അതിൻ്റെ പണി ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയ 1000 ബാദുഷാമാർ ഇവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിൻ്റെ വിത്ത് പ്രകൃതി ആൾറെഡി വിതച്ച് കഴിഞ്ഞു എന്ന് നിങ്ങളെല്ലാവരും, കൊല്ലാൻ നടക്കുന്നവർ, സമരം ചെയ്യാൻ നടക്കുന്നവർ, വീട്ടിലേക്ക് മുദ്രാവാക്യം വിളിക്കുന്നവർ മനസ്സിലാക്കിയിരുന്നാൽ നന്ന്. ജനാധിപത്യ സംവിധാനങ്ങളിൽ ജനങ്ങളാണ് വലുത്. അവിടെ ഗൂണ്ടായിസത്തിന് ഒരു പ്രസക്തിയും ഇല്ല.